ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഗ്രീൻ പീസ് കറിയാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതുപോലെ ഇടിയപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഗ്രീൻ പീസ് കറി എങ്ങനെയാണ് എളുപ്പത്തിൽ റെഡിയാക്കുന്നതെന്ന് നോക്കാം. കറി റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 100 ഗ്രാം ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഗ്രീൻ പീസാണ്. ഈ ഒരു ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. ഒരു ഹോൾ നൈറ്റ് മുഴുവനായിട്ട് വെള്ളത്തിൽ കുതിർത്തി കഴുകിയെടുത്തതാണ്. നിങ്ങൾക്ക് ഒരു 6 hours എങ്കിലും മിനിമം ഇത് കുതിർത്തി വയ്ക്കുക. അതല്ല ഫ്രോസൺ ഗ്രീൻ പീസ് ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കറി റെഡിയാക്കാൻ വേണ്ടി കുക്കറിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ അല്ലിയാണ്, 10 അല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടിക്ക് പകരം ഒരു 2 പച്ചമുളകായാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ 1 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തത്. അത് കുതിർന്ന് കഴിയുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും. 2 മുതൽ 2.5 കപ്പ് വരെ വെള്ളം ഒഴിക്കുക. ഇത് ഏകദേശം ഒരു 4 വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. കറി ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 തണ്ട് ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം തീ ഒന്ന് സിമ്മിലാക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, എരിവ് കുറവായിരിക്കും. 1 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് ക്രഷ് ചെയ്തതായാലും കുഴപ്പമില്ല. ഇനി ഈ പൊടികളുടെ പച്ചമണം എല്ലാം മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 2-2.5 കപ്പ് വെള്ളം ഒഴിച്ചാലും ഗ്രീൻ പീസ് വെന്ത് വരുമ്പോൾ അതിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര വെള്ളം ആഡ് ചെയ്ത് എത്രയാണോ ചാറ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കുക. ഉപ്പ് വേണമെന്ന് തോന്നിയാൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിക്കും അതുപോലെ ഇടിയപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാൻ ഈ ഒരു കറി നല്ല ടേസ്റ്റാണ്. പലതരത്തിൽ നമ്മൾ ഗ്രീൻ പീസ് കറി വയ്ക്കാറുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. അതുപോലെ നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരുപാട് ചാറായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.